നമ്മൾ ഈ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈവ് ലെക്ചർ എന്ന് പറയുന്ന ഒരു റിവിഷൻ മോഡലിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി സെഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സെഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയാസ്, ദെൻ ആ ക്വസ്റ്റ്യൻ ഏരിയ അല്ലെങ്കിൽ ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ടോപ്പിക് എന്താണെന്നുള്ളത് ബ്രീഫ്ലി പറയാം. ആ ഒരു രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ് ആണ്. ബിസിനസിന്റെ സ്റ്റേജ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഒരു ഡൊമസ്റ്റിക് കമ്പനി ഇന്റർനാഷണലൈസ് ചെയ്യപ്പെടുന്നത്. അത് പല രീതിയിൽ പല ഓതേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ കോമൺലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ക്ലാസിഫിക്കേഷനും അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്, അതാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ ഷോ യു സം ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുക, ദെൻ അതിനുശേഷം നമുക്ക് അതിനകത്ത് ഡിസ്കഷൻസ് നടത്താം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഈസ്. ഏതാണ്? നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഏതൊക്കെയാണ് നിങ്ങളുടെ ആൻസർ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനീഷ്യൽ സ്റ്റേജ്, സോ ഒരു ഡൊമസ്റ്റിക് കമ്പനി ആദ്യമായിട്ട് ഫോറിൻ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ഏത് ലെവലിലാണെന്ന് ചിന്തിച്ചാൽ മതി. സോ അതെങ്ങനെയായിരിക്കും? ഒരു മിയർ എക്സ്പോർട്ടിംഗ് വഴി, റൈറ്റ്? അവരുടെ പ്രൊഡക്റ്റുകൾ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു എക്സ്പോർട്ട് ബേസിലായിരിക്കും. അതിനുശേഷമാണ് പിന്നീട് മറ്റ് രീതികളിലേക്ക് പോകുന്നത്. മേ ബി ഫ്രാഞ്ചൈസിങ് ആകാം, ലൈസൻസിങ് ആകാം, ഡൊമസ്റ്റിക് ഓപ്പറേഷൻസ് വഴിയുള്ള ഇന്റർനാഷണൽ ബിസിനസ്. ഡൊമസ്റ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇന്റർനാഷണൽ കമ്പനി ആകുന്നില്ല. അതേപോലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആകാം. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പോർട്ടിംഗ് ആണ്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് സ്റ്റേജ് ഡസ് എ ഫേം അഡാപ്റ്റ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഫോർ ഇന്റർനാഷണൽ മാർക്കറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഫോറിൻ സബ്സിഡറീസ്? ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇന്റർനാഷണൽ മാർക്കറ്റിന് അനുസരിച്ച് പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തുന്നത്? അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യത്ത് അവരുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ എത്തിക്കുകയാണെങ്കിൽ അത് ഏത് ലെവലിലായിരിക്കും? ഈസ് ഇറ്റ് എക്സ്പോർട്ടിംഗ് സ്റ്റേജ്, ഇന്റർനാഷണൽ സ്റ്റേജ്, മൾട്ടിനാഷണൽ സ്റ്റേജ്, ഗ്ലോബൽ സ്റ്റേജ്? സോ അത് ഏത് കൺസെപ്റ്റ് ആണ് നിങ്ങൾ ഓർക്കുക. എന്നാണ് നമ്മളിപ്പോ ഡിഫറെന്റ് അപ്രോച്ചസ് പറയും. അതിൽ ഏറ്റവും ആദ്യം ഒരു എത്തിനോസെൻട്രിക് കമ്പനിയാണെന്ന് പറയും. എത്തിനോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രാക്ടീസുകളിൽ അതേപടി തന്നെ ഫോറിൻ മാർക്കറ്റിൽ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്തിനോസെൻട്രിസം ആണ്. ദെൻ കംസ് പോളിസെൻട്രിസം. എന്താണ് പോളിസെൻട്രിസം? പോളിസെൻട്രിസം വരുമ്പോഴാണ് അതിനകത്ത് ഡൊമസ്റ്റിക് കൺട്രിയുടെ നീഡിനും അവരുടെ ഡിമാൻഡൊക്കെ മനസ്സിലാക്കി അത് അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുന്നത്. സോ പോളിസെൻട്രിസം ആസ് എ സ്ട്രാറ്റജി ഏത് ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അറ്റ് മൾട്ടിനാഷണൽ സ്റ്റേജ്. മൾട്ടിനാഷണൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഫെയിം കസ്റ്റമൈസേഷൻ നടത്തുന്നത്. എന്താണ് ഈ കസ്റ്റമൈസേഷൻ? കസ്റ്റമൈസേഷൻ എന്ന് അല്ലെങ്കിൽ ലോക്കലൈസേഷൻ എന്ന് പറയാം. ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റിനനുസരിച്ച് എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഫോറിൻ മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്പറേഷൻസ് നടത്തുന്നത് UAE-യിലാണെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ പ്രൊഡക്റ്റുകളിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതൊരു പോളിസെൻട്രിക് അപ്രോച്ചാണ്. ഇതിനെയാണ് ലോക്കലൈസേഷൻ. ആ ഒരു മാർക്കറ്റിന് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ കസ്റ്റമൈസ് ചെയ്യുക. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകളായിരിക്കും. അവിടെയാണ് നമ്മൾ ഗ്ലോബൽ കമ്പനി, ഗ്ലോബൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. കൊക്കക്കോളയുടെ സ്ട്രാറ്റജിയൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയും. അതായത് ഒറ്റ പ്രൊഡക്റ്റ് ഗ്ലോബൽ മൊത്തം ഒരേ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോബൽ സ്ട്രാറ്റജി ഓർ ജിയോ സെൻട്രിസം എന്നൊക്കെ പറയാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മൾട്ടിനാഷണൽ സ്റ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ: എ കമ്പനി ദാറ്റ് വ്യൂസ് ദി എൻറ്റയർ വേൾഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്സ് ഓപ്പറേഷൻസ് ഗ്ലോബലി ഇൻ വിച്ച് സ്റ്റേജ്? ഏത് സ്റ്റേജിലാണത്? ഗ്ലോബ് മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യും. അതിനുശേഷം അവരുടെ ഓപ്പറേഷൻസ് മൊത്തം എന്തായിരിക്കും? ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്നു. ഗ്ലോബ് മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റുകളാണ് വരുന്നത്. അത് ഓർക്കണം, റൈറ്റ്? ഒറ്റ മാർക്കറ്റാണ്. പല കൺട്രികളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്കായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നില്ല. ട്രാൻസ്നാഷണൽ സ്റ്റേജ് ആണെങ്കിൽ അവിടെ ഒരു ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെ ഒരു പോളിസെൻട്രിസവും അതിനൊപ്പം ഉണ്ടാവും. പക്ഷെ ആ ഒരു സ്റ്റേജ് അല്ല ഗ്ലോബൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ. ഇവിടെ സംഭവിക്കുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ലോക്കലൈസേഷൻ കുറവാണ്, സ്റ്റാൻഡർഡൈസേഷൻ ആണ്. സോ വേൾഡിനെ ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ആൻഡ് ഓപ്പറേറ്റ്സ് ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒറ്റ മാർക്കറ്റ് എന്നുള്ളൊരു അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്ലോബൽ കമ്പനി. ഓക്കെ, അത് കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഗ്ലോബൽ കമ്പനി എന്ന് ഓർക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ: ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ആർ എക്സാമ്പിൾസ് ഓഫ്.
എന്താണ് ഈ രണ്ട് കൺസെപ്റ്റുകൾ? ഏത് തരത്തിലുള്ള എൻട്രി മോഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ദീസ് ആർ കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ്. സോ കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ് ആണ്. എന്താണ് കോൺട്രാക്ച്വൽ എൻട്രി? ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വഴി ഫോറിൻ മാർക്കറ്റിൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതാണ് കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ്. സോ ലൈസൻസിങ് ആയാലും ഫ്രാഞ്ചൈസിങ് ആയാലും നമ്മൾ മറ്റൊരു എൻറ്റിറ്റിയുമായിട്ടുള്ള കരാർ ഏർപ്പെട്ടിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത്. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി സ്റ്റേജ് വെയർ കമ്പനീസ് കോർഡിനേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ടു ഗെയിൻ സിനർജി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഈസ് കോൾഡ്. ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടാവും? ഇന്റഗ്രേഷൻ ഉണ്ടാവും, കോർഡിനേഷൻ ഉണ്ടാവും. അതുവഴി അവർ അഡീഷണൽ ബെനിഫിറ്റ് നേടിയെടുക്കുകയാണ്. ഓക്കെ, സോ അറ്റ് ദി സെയിം ടൈം ചില മാർക്കറ്റുകൾക്ക് വേണ്ടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അവിടെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. അതേ സമയത്ത് തന്നെ ചില രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കസ്റ്റമേഴ്സിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളും വരുത്തും. ഇത് രണ്ടും ചേർന്ന് വരണം. സോ ഗ്ലോബൽ പെർസ്പെക്റ്റീവും അതോടൊപ്പം ഫ്ലെക്സിബിലിറ്റി, ആ ലോക്കലൈസേഷൻ എലമെന്റ് കൂടി ചേർന്ന് വരുമ്പോൾ അതൊരു ട്രാൻസ്നാഷണൽ കമ്പനിയാണ്. സോ ട്രാൻസ്നാഷണൽ ഫേം ബാലൻസ് ഗ്ലോബൽ ഇന്റഗ്രേഷൻ. ഗ്ലോബൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വിത്ത് വാട്ട് ലോക്കൽ റെസ്പോൺസീവ്നെസ്. അതാണ് ലോക്കലൈസേഷൻ. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്. ഇത് രണ്ടും ഉറപ്പാക്കുന്ന രീതിയിലുള്ള എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ട്രാൻസ്നാഷണൽ എൻറ്റിറ്റീസ് പറയുന്നത്. ഓക്കെ, now next question is, which stage is characterized by home country orientation and ad hoc international activity? ഏത് സ്റ്റേജിലാണ്? നമ്മൾ ഓറിയന്റേഷൻ കൂടുതൽ കൊടുക്കുന്നത് ഹോം കൺട്രിക്ക് ആയിരിക്കും. ആൻഡ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ചെറിയ രീതിയിൽ മാത്രം നമ്മൾ ആവശ്യം വരുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ എൻ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം കൺട്രി ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അപ്രോച്ച് ചെയ്താന്ന് മനസ്സിലായി, റൈറ്റ്? ദാറ്റ് ഈസ് കോൾഡ് എത്നോസെൻട്രിക് അപ്രോച്ച്. ഓറിയന്റേഷൻ വേയിൽ നമ്മൾ പറയുമ്പോൾ എത്നോസെൻട്രിസം ആണ്. അവിടെ നമ്മൾ ഡൊമസ്റ്റിക് ഓപ്പറേഷൻസിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഡൊമസ്റ്റിക്, നമ്മളിപ്പോൾ ചില റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഒക്കെ ഇല്ലേ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നത്, അവർ ഇന്ത്യയിൽ എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അതേ പ്രൊഡക്റ്റുകളായിരിക്കും ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുക. ഇവിടെ എങ്ങനെയാണോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും ഫോറിൻ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് എന്താണ്? എത്നോസെൻട്രിസം ആണ്. ഓക്കെ, അവര് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള ആ ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണോ വർക്ക് ചെയ്തിരുന്നത് അതേ രീതിയിലായിരിക്കും ഫോറിൻ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് എത്നോസെൻട്രിക് അപ്രോച്ച്. At which stage does company set up manufacturing facilities abroad to meet local demand? ഏത് സ്റ്റേജ് എത്തുമ്പോഴാണ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് മറ്റ് രാജ്യങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുക, അതുവഴി ലോക്കൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? അവിടെ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ നടത്തേണ്ടി വരും. ദാറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് മൾട്ടിനാഷണൽ സ്റ്റേജ്. ഇന്റർനാഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോർട്ട് കണ്ടക്ട് ചെയ്യുന്ന എൻറ്റിറ്റി ആണെങ്കിൽ അത് ഇന്റർനാഷണൽ സ്റ്റേജ് ആണ്. അത് നമ്മൾ ഓർക്കുക എപ്പോഴും. എക്സ്പോർട്ട് കണ്ടക്ട് ചെയ്ത് എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഉണ്ട്. സോ ദാറ്റ് കമ്പനി ഈസ് കോൾഡ് ഇന്റർനാഷണൽ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അതിന് മുകളിൽ ഓപ്പറേഷൻ മറ്റ് രാജ്യങ്ങളിൽ ക്ലിയർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ മൾട്ടിനാഷണൽ എൻറ്റിറ്റീസ് ആവുന്നത്. അവർക്ക് അവിടെ എന്തുണ്ടാകും? ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാകും. അപ്പൊ അത്തരം എൻറ്റിറ്റീസിനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ സ്റ്റേജ് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫേം ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻ അതർ കൺട്രീസ് to meet demand and reduce cost. So the right answer is multinational stage. In the internationalization process, which of the following indicates the highest level of control and risk? Control highest ആണ്, റിസ്കും ഹയസ്റ്റ് ആണ് എങ്കിൽ അത് ഏത് ലെവലാണ്? ലൈസൻസിങ്, എക്സ്പോർട്ടിംഗ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫ്രാഞ്ചൈസിങ്. സോ ഏറ്റവും കൂടുതൽ കൺട്രോൾ കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളതും ഏതിനാണ്? That will be foreign direct investment. So foreign direct investment ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ടോപ്പിക് ഏരിയയിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് ആ ഒരു കൺസെപ്റ്റ് എന്ന് നമ്മൾ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ഇന്റർനാഷണലൈസേഷൻ എന്താണെന്നുള്ളത് ഡിഫറെന്റ് സ്റ്റേജസ് ഒന്ന് ബ്രീഫ്ലി പറയാം, റൈറ്റ്? സോ ഇന്റർനാഷണലൈസേഷൻ refers to the gradual process by which a domestic company expands its operations beyond national borders to serve global market. So എങ്ങനെയാണ് ഒരു എൻറ്റിറ്റി, ഒരു ഡൊമസ്റ്റിക് എൻറ്റിറ്റി ഫോറിൻ മാർക്കറ്റുകളിലേക്ക് അവരുടെ ഓപ്പറേഷൻസ് വളർത്തിക്കൊണ്ടുവരുന്നത്?
ആ ഡിഫറെന്റ് സ്റ്റേജുകളെയാണ്, ആ ഒരു പ്രോസസ്സുകളെയാണ് നമ്മൾ ഇന്റർനാഷണലൈസേഷൻ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഡൊമസ്റ്റിക് സ്റ്റേജ്. ഡൊമസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹോം മാർക്കറ്റ് ഓറിയന്റേഷൻ ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഡൊമസ്റ്റിക് സ്റ്റേജിലുള്ള എൻറ്റിറ്റി ആണ്. രണ്ടാം സ്റ്റേജിൽ നമുക്ക് എക്സ്പോർട്ടിംഗ് സ്റ്റേജ് പറയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൽ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇന്റർനാഷണലൈസേഷന്റെ പ്രോസസ്സുകളും അപ്രോച്ചുകളായിട്ടും അതേപോലെ ഡിഫറെന്റ് എൻട്രി മോഡ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ പഠിക്കുക. ഇത് ഞാനൊരു മറ്റൊരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഡിഫറെന്റ് സ്റ്റേജുകളെ വേറെ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നത് മാത്രം. എക്സ്പോർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എൻട്രി ഇൻ ടു ഫോറിൻ മാർക്കറ്റ് ത്രൂ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്സ്. എക്സ്പോർട്ട് വഴി മാത്രം ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന ഒരു രീതി. അത് ഡയറക്റ്റ് എക്സ്പോർട്ട് ആകാം, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് വഴി നമ്മുടെ പ്രൊഡക്റ്റുകൾ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുന്നതാകാം. ഇത് രണ്ടും എക്സ്പോർട്ടിംഗ് സ്റ്റേജിന്റെ ഭാഗമാണ്. മൂന്നാമതായിട്ട് ഇന്റർനാഷണൽ സ്റ്റേജ്. ഇന്റർനാഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ചാനൽ അപ്രോച്ച് സെറ്റപ്പ് ഫോറിൻ മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ മതി. അതായത് പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ ഒക്കെ മിനിമം ആയിരിക്കും, എന്നാലും ഈ എക്സ്പോർട്ടിംഗ് സ്റ്റേജിന്റെ റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് സ്റ്റേജിന്റെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്റർനാഷണലൈസേഷൻ സ്റ്റേജ് പറയാം. ഇവിടെ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ട്. പ്രോഡക്റ്റുകൾ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള കൃത്യമായിട്ടുള്ള പ്രോപ്പർ വേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇന്റർനാഷണൽ സ്റ്റേജിൽ പെടുത്താം. ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇന്റർനാഷണൽ സ്റ്റേജ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഫോറിൻ മാർക്കറ്റിൽ ഒരു ബേസിക് എൻട്രി കിട്ടുമ്പോൾ തന്നെ അതൊരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പറയും, കേട്ടോ. ഇനി അടുത്തത് മൾട്ടിനാഷണൽ സ്റ്റേജ് ആണ്. ഇവിടെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ടാകും, ലോക്കലൈസേഷൻ ഉണ്ടാകും, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രൊഡക്ഷൻ ഓർ സബ്സിഡീസ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ടാകും, FDI നടത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മൾട്ടിനാഷണൽ സ്റ്റേജിലാണ് കമ്പനി നിൽക്കുന്നത്, റൈറ്റ്? സോ പ്രൊഡക്ഷൻ ഓർ സബ്സിഡീസ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്, ലോക്കലൈസേഷൻ സ്ട്രാറ്റജി, ദാറ്റ് ഈസ് പോളിസെൻട്രിസം ഇസ് ദെയർ. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഗ്ലോബൽ സ്റ്റേജ്. ഗ്ലോബൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, വേൾഡിന് ഒറ്റ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ട്രാൻസ്നാഷണൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സൈമൾട്ടേനിയസ് ഗ്ലോബൽ എഫിഷ്യൻസി ആൻഡ് ലോക്കൽ റെസ്പോൺസീവ്നെസ്. അതായത് ഇവിടെ ആ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലോക്കലൈസേഷൻ ഉണ്ട്, അതോടൊപ്പം ഗ്ലോബൽ ലെവലിലുള്ള ഗ്ലോബൽ എഫിഷ്യൻസി എൻഷുർ ചെയ്യാനുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഇത് രണ്ടും ഒത്തുചേരുവാണെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്നാഷണൽ സ്റ്റേജ് എന്ന് പറയാം. ഓക്കെ, സോ ഡിഫറെന്റ് സ്റ്റേജുകൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൊമസ്റ്റിക് സ്റ്റേജ്, എക്സ്പോർട്ടിംഗ്, ദെൻ ഇന്റർനാഷണൽ സ്റ്റേജ്, മൾട്ടിനാഷണൽ സ്റ്റേജ്, ഗ്ലോബൽ സ്റ്റേജ് ആൻഡ് ട്രാൻസ്നാഷണൽ സ്റ്റേജ്. ഈ എൻട്രി മോഡ്സ് പലതും പറയാം. ആദ്യം നമ്മളൊരു ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ, അതായത് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് വളരെ കുറവാണ്, തീരെ കുറവാന്ന് പറയാം. എന്തുകൊണ്ടാണ്? നമ്മൾ മറ്റൊരാൾ വഴിയാണ്, നമ്മളിവിടെ ഒരു ഇന്റർമീഡിയറ്റിനെ ഏൽപ്പിക്കുന്നു, ആ ഇന്റർമീഡിയറ്റ് നമുക്ക് വേണ്ടി സെല് ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെയാണ്. ഇതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ്. സോ റിസ്ക് ഈസ് ലോ, കൺട്രോൾ ഈസ് ലോ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ലോ. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിന്റെ ഫീച്ചർ. ദെൻ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആകുമ്പോൾ റിസ്ക് കുറച്ചുകൂടി കൂടും, അതേപോലെ തന്നെ കൺട്രോൾ ആയാലും ഇൻവെസ്റ്റ്മെന്റ് ആയാലും കുറച്ചുകൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. ബിക്കോസ് നമുക്ക് നേരിട്ട് ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കണം, റൈറ്റ്? അതാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ്. ദെൻ കംസ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ആയിട്ട് തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫോറിൻ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം മറ്റൊരു എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണ് ലൈസൻസിങ്. അത് മേടിച്ചതിന് ശേഷം ഒരു ഫീ നമ്മൾ ഈടാക്കിയതിന് ശേഷം നമ്മളുടെ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ലൈക്ക് ട്രേഡ് മാർക്ക് ആകാം, അങ്ങനെയുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് യൂസ് ചെയ്യാനുള്ള അവകാശം അവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഫ്രാഞ്ചൈസിങ് വരുമ്പോൾ ബിസിനസ് മോഡൽ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അവകാശമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ബിസിനസ് മോഡൽ റിപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ആ ബിസിനസ് നടപടിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും, ഫ്രാഞ്ചൈസർക്ക് സാധിക്കും. അത് കൂടാതെ ഫ്രാഞ്ചൈസറുടെ ഭാഗത്ത് സപ്പോർട്ട് എപ്പോഴും ഫ്രാഞ്ചൈസീസിനുണ്ടാവും. ഓക്കെ, സോ ത്രൂ ഔട്ട് അവരുടെ ഓപ്പറേഷൻസിലും അവരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ ഫ്രാഞ്ചൈസർ ഇടപെടും. അതാണ് ഫ്രാഞ്ചൈസിങ് എഗ്രിമെന്റ്. സോ ലൈസൻസിങ് കുറച്ചുകൂടി കൺട്രോൾ കുറവാണ്, എന്നാൽ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൺട്രോൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ കംസ് ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് എൻറ്റിറ്റീസ് ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ റിസ്ക് എങ്ങനെയായിരിക്കും? ഷെയർഡ് ആണ്, റൈറ്റ്? റിസ്ക് ഷെയർഡ് ആണ്, കൺട്രോൾ ഷെയർഡ് ആണ്. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മീഡിയം ടു ഹൈ ആണ്. രണ്ട് പാർട്ടീസും എൻറ്റിറ്റീസും കോൺട്രിബ്യൂഷൻസ് നടത്തണം. അതാണ് ജോയിന്റ് വെഞ്ചറിൽ നടക്കുന്നത്. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്.
അറിയാലോ, നമ്മളുടേതായ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ മാർക്കറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. സോ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തേണ്ടതായിട്ട് വരും. ആൻഡ് റിസ്ക് വിൽ ബി വെരി ഹൈ. ഓക്കെ, സോ ഇതോടൊപ്പം ഓർക്കേണ്ടതാണ് ഈ PRG ഫ്രെയിംവർക്ക്. പെർസെപ്ഷൻസ് ഗൈഡിങ് സ്ട്രാറ്റജി എന്ന് പറയാം. സ്ട്രാറ്റജിയുടെ അപ്രോച്ചസ് ആണ്. നമ്മൾ ഓറിയന്റേഷൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഓറിയന്റേഷൻസ് എന്ന് പറയുമ്പോൾ എത്നോസെൻട്രിസം, പോളിസെൻട്രിസം, റീജിയോസെൻട്രിസം ആൻഡ് ജിയോസെൻട്രിസം എന്ന് ക്ലാസിഫൈ ചെയ്യാം. എന്താണ് എത്നോസെൻട്രിസം? ഹോം കൺട്രി ഓറിയന്റഡ് അപ്രോച്ച് ആണ്. സോ നോർമലി എക്സ്പോർട്ട് സർപ്ലസ് വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ എപ്പോഴും എത്നോസെൻട്രിക് വ്യൂ പറയുന്നത്. അത് കൂടാതെ ചില എൻറ്റിറ്റീസ്, ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടൽ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫോറിൻ മാർക്കറ്റിലെ, അവരെങ്ങനെയായിരിക്കും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡ് ആയിരിക്കും അവിടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, എത്നോസെൻട്രിസത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസ് ആണ്. അത് എത്നോസെൻട്രിസം തന്നെയാണ്. സോ എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹോം കൺട്രി ഓറിയന്റേഷൻ ആണ്. ഹോം കൺട്രിയിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നോ അതേ അപ്രോച്ച് ഫോറിൻ മാർക്കറ്റിൽ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എത്നോസെൻട്രിക് അപ്രോച്ച്. പോളിസെൻട്രിക് ആണെങ്കിലോ ഏതൊക്കെ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ ആ രാജ്യങ്ങൾക്ക് എല്ലാം വേണ്ടി അവരുടെ കസ്റ്റമേഴ്സിന്റെ നീഡും പ്രിഫറൻസും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പോളിസെൻട്രിക് എൻറ്റിറ്റീസ് പറയാം. ഇനി റീജിയോസെൻട്രിക് ആണെങ്കിൽ ഒരു റീജിയൻ മൊത്തം ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യുന്നു, ലൈക്ക് യൂറോപ്യൻ യൂണിയൻ ഓർ ആസിയാൻ നേഷൻസ്. ഈ രാജ്യങ്ങളിലെല്ലാം സിമിലർ പാറ്റേൺസ്, സിമിലർ ബിഹേവിയർ പാറ്റേൺസും സിമിലർ കറൻസീസും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവര് ഒരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഇവർക്കെല്ലാം വേണ്ടി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ മാർക്കറ്റുകളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് റീജിയോസെൻട്രിക് അപ്രോച്ച്. ദെൻ ജിയോസെൻട്രിക് അപ്രോച്ച്, ആസ് വി ഓൾറെഡി സെറ്റ്, ജിയോസെൻട്രിസം കൊക്കക്കോളയുടെ എക്സാമ്പിൾ ഓർക്കുക. സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ലോക്കലൈസേഷൻ അവിടെ ഇല്ല. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അത് മാർക്കറ്റുകളിൽ എത്തിക്കുന്ന സ്ട്രാറ്റജിയാണ്, ഗ്ലോബൽ മൊത്തം എത്തിക്കുന്ന സ്ട്രാറ്റജിയാണ് ജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഗ്ലോബൽ വ്യൂ ആയിരിക്കും അവിടെ ഉള്ളത്. സോ ഫസ്റ്റ് ടോപ്പിക് ഏരിയ ക്ലിയർ ആണോ? ഇനി അവിടെ നിന്നും അഡീഷണലി നമ്മൾ കുറച്ച് ടേബിളുകൾ ഓർക്കുക. വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ, ദാറ്റ് യു നോ റൈറ്റ്. ഗ്ലോബ് ആസ് എ ഹോൾ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഇന്റർ കണക്ഷൻസ് ആണ്. ഓപ്പണിംഗ് അപ്പ് ഓഫ് ഡൊമസ്റ്റിക് ഇക്കോണമി ടു ദി ഔട്ട്സൈഡ് വേൾഡ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമ്മളുടെ മാർക്കറ്റുകളെ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഗ്ലോബലൈസേഷൻ. സോ ഡീപ്പ് ഇന്റർ കണക്ഷൻ ഓഫ് മാർക്കറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ്, ദാറ്റ് വിൽ ബി ദി റിസൾട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർ കണക്ഷൻ അവിടെ ഉണ്ടാകും. ദെൻ സ്റ്റാൻഡർഡൈസേഷനും ലോക്കലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റാൻഡേർഡ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു, അത് എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ലോക്കലൈസേഷൻ നമ്മൾ പോളിസെൻട്രിക് അപ്രോച്ച് എന്ന് പറയും. ഓരോ മാർക്കറ്റുകളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജീസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലോക്കലൈസേഷൻ. ഓക്കെ, ദെൻ ലേണിംഗ് കർവ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ടേം കൂടി ഓർക്കുക. എക്സ്പീരിയൻസ് ഇൻ ഫോറിൻ മാർക്കറ്റ്സ് ഇംപ്രൂവ് എഫിഷ്യൻസി, അതാണ് ലേണിംഗ് കർവ് ഇഫക്റ്റ്. അതായത് പതുക്കെ പതുക്കെ നമ്മൾ ഫോറിൻ മാർക്കറ്റുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കമ്പനികളുടെ എഫിഷ്യൻസി പതുക്കെ പതുക്കെ കൂടും. ബിക്കോസ് ദേ വിൽ ബി ഏബിൾ ടു ലേൺ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അവരുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദി കൺസെപ്റ്റ്സ്. നമ്മൾ ആ ഫസ്റ്റ് ടോപ്പിക് ഏരിയ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഓർത്തേക്കുക. ഓക്കെ, ഇത് എഗെയിൻ ഒരു ടേബിൾ ആണ്. സ്റ്റേജസും ക്യാരക്ടറിസ്റ്റിക്സും നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ടേബിൾ. ഇപ്പോൾ സ്റ്റേജ് തന്നിട്ടുണ്ട്, ഏതൊക്കെ സ്റ്റേജുകൾ ഉണ്ടെന്ന് നോക്കുക. ഡൊമസ്റ്റിക്, എക്സ്പോർട്ടിംഗ്, ഇന്റർനാഷണൽ, മൾട്ടിനാഷണൽ, ഗ്ലോബൽ, ട്രാൻസ്നാഷണൽ പറഞ്ഞു ഓരോന്നും ഡീറ്റെയിൽ ചെയ്തിരുന്നു. ഓരോന്നിലെ സ്ട്രാറ്റജി എന്താണ്? ഡൊമസ്റ്റിക് ആണെങ്കിൽ ലോക്കൽ സ്ട്രാറ്റജി, എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ പാസീവ് ലെവലിലുള്ള ഇന്റർനാഷണൽ സ്ട്രാറ്റജിയാണ്. അവിടെ നമ്മൾ ഡയറക്ട്ലി ഫോറിൻ മാർക്കറ്റ് എൻട്രി നടത്തുന്നില്ല. അതേപോലെ ഇന്റർനാഷണൽ ലെവലിൽ എത്തുമ്പോൾ ഇന്റർനാഷണൽ എൻട്രി ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ ലോക്കൽ അഡാപ്റ്റേഷൻ വരുന്നത് മൾട്ടിനാഷണൽ സ്റ്റേജിലായിരിക്കും, പോളിസെൻട്രിക് അപ്രോച്ച് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ഗ്ലോബലൈസേഷൻ, ഗ്ലോബൽ ലെവലിലേക്ക് വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ഇന്റഗ്രേഷൻ ഈസ് ദെയർ. ഒറ്റ ഗ്ലോബ് ആസ് എ ഹോൾ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് വരുന്നു. ട്രാൻസ്നാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഇത് ഓർക്കുക, ഇന്റഗ്രേഷനും ലോക്കലൈസേഷനും ഒരുമിച്ച് വരുന്ന ലെവലാണ് ട്രാൻസ്നാഷണൽ ലെവൽ. ഓക്കെ, സോ ഫോർ ദ ടേബിൾ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ആ ഒരു അപ്രോച്ചുകൾ, ഓറിയന്റേഷനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. എത്നോസെൻട്രിക് അപ്രോച്ചുകൾ, എക്സ്പോർട്ടിംഗ് ലെവലിലൊക്കെ എത്നോസെൻട്രിസം. ദെൻ അടുത്ത സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ പോളിസെൻട്രിസം. ഒരു പരിധി വരെ ഇന്റർനാഷണൽ സ്റ്റേജിൽ പോളിസെൻട്രിസം നമുക്ക് വലിയ രീതിയിൽ പറയാൻ സാധിക്കില്ല, എന്നാലും ഉണ്ടാകാം. ദെൻ അപ് ടു ഗ്ലോബലൈസേഷനും അതേപോലെ ട്രാൻസ്നാഷണൽ കമ്പനിയൊക്കെ എത്തുമ്പോൾ പോളിസ് ഒന്ന് ഇപ്പോൾ ഗ്ലോബൽ സ്റ്റേജ് ആണെങ്കിൽ യു ക്യാൻ സേ ജിയോസെൻട്രിക് അപ്രോച്ച് ആണ് ഫോർ ഷുവർ. ട്രാൻസ്നാഷണൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ജിയോസെൻട്രിസത്തിന്റെ ഒപ്പം എന്തുകൂടി വരും, പോളിസെൻട്രിസം കൂടി വരും.
രണ്ടും കൂടി ചേരുന്ന അപ്രോച്ച് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഏരിയ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. Now let's move on to the second topic. Second topic area, methods of entry into foreign market. അത് നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് ടച്ച് ചെയ്തിരുന്നു. അപ്പൊ ആ ഓരോ മെത്തേഡുകളെ പറ്റി നമുക്ക് കുറച്ചുകൂടി MCQs വഴി പറഞ്ഞു പോകാം. ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചർ, സ്ട്രാറ്റജിക് അലയൻസ്, സബ്സിഡീസ് ആൻഡ് അക്വിസിഷൻസ്. First question, which of the following entry strategies involves granting rights to use intellectual property in exchange for fee? ഏതാണ്? റൈറ്റ്സ് കൊടുക്കുന്നു, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുന്നു, ഒരു ഫീ മേടിക്കുന്നു. അതിൽ കൂടുതലൊന്നും അവിടെ ഇല്ല. അങ്ങനെയോട് ചിന്തിക്കണം. അതിൽ കൂടുതലൊന്നും ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് ഒരു മിയർ ലൈസൻസിങ് എന്ന് പറയാം. അതേസമയം ബിസിനസ് മോഡൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അവകാശമാണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഫ്രാഞ്ചൈസിങ്. ഓക്കെ, ദെൻ ഫ്രാഞ്ചൈസിങ് ഇസ് ഡിഫറെന്റ് ഫ്രം ലൈസൻസിങ് ബിക്കോസ്. എന്താണ് ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ് തമ്മിലുള്ള ഡിഫറൻസ്? ഫ്രാഞ്ചൈസിങ് ഇൻക്ലൂഡ്സ് സ്ട്രിക്റ്റ് ബ്രാൻഡ് കൺട്രോൾ ആൻഡ് ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ്. ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. ഇപ്പോൾ നമ്മൾ ലൈസൻസിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫ്രാഞ്ചൈസർക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ട്, ഫ്രാഞ്ചൈസിന്റെ മേൽ കൂടുതൽ അവകാശങ്ങളുണ്ട്. ഇവർ പറയുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം, ഇവർ പറയുന്ന രീതിയിലായിരിക്കണം ബിസിനസ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈവൻ ബിൽഡിംഗ് സ്ട്രക്ചറിങ് ആയാലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഫ്രാഞ്ചൈസർക്ക് കൂടുതൽ എന്താ പറയുക, ദേ ഹാവ് ദി റൈറ്റ്, കൺട്രോൾ ഉണ്ടെന്ന് പറയാം, റൈറ്റ്? ആ ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടി അവർ കൂടുതൽ കൺട്രോൾ അതിനകത്ത് എക്സസൈസ് ചെയ്യും. സോ franchising includes stricter brand control and operational guidelines will be provided by the franchisor. Okay, ഇതൊക്കെയാണ് ഫ്രാഞ്ചൈസിങ്ങും ലൈസൻസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ജോയിന്റ് വെഞ്ചർ ടിപ്പിക്കലി ഇൻവോൾവ്സ്. ജോയിന്റ് വെഞ്ചറിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ എന്താണ് കൺസെപ്റ്റ്? ദർ വിൽ ബി ഷെയർഡ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ബൈ 2 or more ഫേംസ്. ഒന്നിലധികം എൻറ്റിറ്റീസ് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ഓണർഷിപ്പിലും കൺട്രോളിങ്ങിലും ഷെയറിംഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ജോയിന്റ് വെഞ്ചർ ആണ്. ജോയിന്റ് വെഞ്ചർ മനസ്സിലാക്കുക, അതും സ്ട്രാറ്റജിക് അലയൻസും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കുക കേട്ടോ. സോ സ്ട്രാറ്റജിക് അലയൻസ് ഡിഫർ ഫ്രം ജോയിന്റ് വെഞ്ചർ ഇൻ ദാറ്റ് ദേ, എന്താണ് തമ്മിലുള്ള വ്യത്യാസം? സ്ട്രാറ്റജിക് അലയൻസും ജോയിന്റ് വെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ, സ്ട്രാറ്റജിക് അലയൻസിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പുതിയൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നില്ല. ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ ഈ രണ്ട് എൻറ്റിറ്റീസ് ജോയിൻ ചെയ്തിട്ട് ഒരു പുതിയ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. സ്ട്രാറ്റജിക് അലയൻസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം ഒരുമിച്ചിരിക്കുന്നു. ആ ഒരു പെർട്ടിക്കുലർ പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എൻറ്റിറ്റീസും സെപ്പറേറ്റ് ആണ്. അപ്പൊ അത്തരത്തിൽ ഒരു ഗോൾ വെച്ചുകൊണ്ട് മാത്രം ഒരുമിച്ച് നിൽക്കുന്ന എൻറ്റിറ്റീസിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡു നോട്ട് ഇൻവോൾവ് ഫോർമേഷൻ ഓഫ് എ ന്യൂ എൻറ്റിറ്റി. പുതിയൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഓക്കെ, അതാണ് സ്ട്രാറ്റജിക് അലയൻസും ജോയിന്റ് വെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. Which of the following is the most capital intensive method of entering foreign market? ഏതാണ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ട് നമുക്ക് പറയാവുന്നത്? മീൻസ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടതാണ്. ലൈസൻസിങ്, എക്സ്പോർട്ടിങ്, ജോയിന്റ് വെഞ്ചർ, ഓൺലി ഓൺ സബ്സിഡി. നമ്മളുടെ കൺട്രോളിലുള്ള നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സബ്സിഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയാവുന്നത്. Which method allows the highest degree of control in foreign operations? ഏത് മെത്തേഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉണ്ടാവുന്നത്? ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, സ്ട്രാറ്റജിക് അലയൻസ് ആൻഡ് അക്വിസിഷൻ. ഗിവ് എ ട്രൈ. ഏത് മെത്തേഡാണ്? നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളുടെ എൻറ്റിറ്റിക്ക് പൂർണ്ണ അധികാരം കിട്ടുന്നത് ഏത് സ്റ്റേജിലായിരിക്കും, ഏതിലായിരിക്കും? ഡോണ്ട് സേ ലൈസൻസിങ്, അതൊരിക്കലും പറയരുത്. ലൈസൻസിങ് ഒരു കൺട്രോളും ഇല്ല. ഓക്കെ, ലൈസൻസ് കൊടുക്കുന്ന വ്യക്തിയെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്, അവർക്ക് ഒരു കൺട്രോളും കിട്ടുന്നില്ല. ഫ്രാഞ്ചൈസിങ് ആകുമ്പോൾ കുറച്ചുകൂടി കൺട്രോൾ ഉണ്ട്. സ്ട്രാറ്റജിക് അലയൻസ് ആണെങ്കിൽ കൺട്രോൾ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 2 എൻറ്റിറ്റീസ്. രണ്ട് പാർട്ടീസിന് തമ്മിൽ അവരുടെ ഇടയിൽ ഈ കൺട്രോൾ ഷെയർ ചെയ്യപ്പെടുവാണ്. വാട്ട് അബൌട്ട് അക്വിസിഷൻ? നിങ്ങൾ എന്താ അക്വിസിഷൻ പറയാത്തത്? അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനിയെ നമ്മൾ വാങ്ങുവാണ്. നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു FDI അല്ലേ, ഓടിയോണ്ട് സബ്സിഡി ആയി മാറില്ലേ? അല്ലെങ്കിൽ അത് നമ്മുടെ ഫുള്ളി ഓണർഷിപ്പിലുള്ള എൻറ്റിറ്റി ആയിട്ട് മാറുവാണ്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടാവില്ലേ? സോ
അക്യൂസിഷൻ ആണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ഫോറിൻ ഓപ്പറേഷൻസിന് നമുക്ക് തരുന്നത്. അപ്പോൾ അത് തെറ്റിക്കരുത്. ഫ്രാഞ്ചൈസിങ് പല ആളുകളും എഴുതി വെച്ചിരുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നപ്പോൾ ഫ്രാഞ്ചൈസിങ് അല്ല, അക്യൂസിഷൻ ആണ്. ഫ്രാഞ്ചൈസിങ്ങിനകത്ത് ലൈസൻസിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാഞ്ചൈസിങ് കൂടുതൽ കൺട്രോൾ ഉണ്ട്, ശരിയാണ്. പക്ഷേ അക്യൂസിഷനോ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാഞ്ചൈസിങ്ങിന് അത്രയും കൺട്രോൾ ഉണ്ടോ? നമ്മളുടെ ഓൺ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് കൂടുതൽ കൺട്രോൾ ഉള്ളത്. സോ റൈറ്റ് ആൻസർ ഈസ് അക്യൂസിഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ഫാസ്റ്റ് ഫുഡ് ചെയിൻ allowing local business in foreign countries to use its brand and processes is using. ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ ആണ്. ലോക്കൽ ബിസിനസ്സും ഫോറിൻ കൺട്രീസിലെ ലോക്കൽ ബിസിനസ്സിന് അവരുടെ ബ്രാൻഡും പ്രോസസ്സും യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഫോറിൻ എൻട്രി മോഡാണ്? ലൈസൻസിങ്, സ്ട്രാറ്റജിക് അലയൻസ്, ഫ്രാഞ്ചൈസിങ്, എക്സ്പോർട്ടിങ്. So the right answer is ഡെഫിനറ്റ്ലി ഫ്രാഞ്ചൈസിങ്. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്രാൻഡും അതോടൊപ്പം പ്രോസസ് റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഫ്രാഞ്ചൈസിങ്. പ്രോസസ് എന്ന് പറയുന്നത് ആ ഒരു മോഡലാണ്, ബിസിനസ് മോഡലാണ്. ബിസിനസ് മോഡൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രാഞ്ചൈസിങ് ആണ്. വിച്ച് എൻട്രി മോഡ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ക്വിക്ക് മാർക്കറ്റ് ആക്സസ് ആൻഡ് കൺട്രോൾ ഇൻ എ ഡെവലപ്ഡ് ഫോറിൻ മാർക്കറ്റ്? പറയൂ, എന്തൊക്കെ വേണം? നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ കൺട്രോൾ വേണം. അതേപോലെ തന്നെ നമുക്ക് ക്വിക്ക് എൻട്രി മോഡാണ്, പെട്ടെന്ന് എൻട്രി ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ അത് താഴെ തന്നിരിക്കുന്നതിന് ഏതാണ്? ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചർ, അക്വിസിഷൻ, ലൈസൻസിങ്. ഏത് എൻട്രി മോഡാണ്? What do you think? നമ്മൾ ഇന്നിപ്പോ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇന്ന് തന്നെ നമുക്ക് ആ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങാം, അങ്ങനെയുള്ള എൻട്രി മോഡ് ഇതിനകത്തുണ്ടോ എന്നാലോചിച്ചാൽ മതി. ഫ്രാഞ്ചൈസിങ് പറ്റുമോ? നോ. ഫ്രാഞ്ചൈസിയുമായിട്ട് കരാറിൽ ഏർപ്പെടണം, ഫ്രാഞ്ചൈസിക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈസൻസിങ് ആയാലും ഒരു പരിധി വരെ അത്രയും വേഗത്തിലൊന്നും നടക്കില്ല. എന്നാൽ ഏറ്റവും അവരുമായിട്ട് എഗ്രിമെന്റ് ഒക്കെ എൻട്രി ചെയ്ത് പിന്നെ ഒരു ഫ്രെയിംവർക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇന്ന് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാവുന്നത് എന്താണ്? ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്. അവരുടെ കമ്പനിയെ നമ്മൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കും, റൈറ്റ്? അവരുടെ മാനേജ്മെന്റ് അതേപടി തന്നെ നിൽക്കും, ഓണർഷിപ്പ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദി ബിസിനസ് വിൽ റൺ. സോ അത് ഏത് മോഡിലായിരിക്കും? അക്യൂസിഷൻ, വിതൗട്ട് എനി ഡൗട്ട്. അക്യൂസിഷൻ, നമ്മൾ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓണർഷിപ്പിൽ മാറ്റം വന്നു മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഓൾറെഡി ആ ഒരു ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് കൺട്രോളും അതേപോലെ തന്നെ ആക്സസും, ക്വിക്ക് മാർക്കറ്റിംഗ് ആക്സസും കിട്ടണമെങ്കിൽ അതിനുള്ള നല്ല മെത്തേഡ് എന്ന് പറയുന്നത് അക്യൂസിഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി ആ മെത്തേഡുകൾ, മോഡ് ഓഫ് എൻട്രി ഒന്ന് ബ്രീഫ്ലി പറയാം. ലൈസൻസിങ് എന്താണ്? ഡൊമസ്റ്റിക് ഫെയിം ലൈസൻസർ allows a foreign firm licensee to use intellectual property such as patent, trademark or technology for a royalty or fee. നമ്മളൊരു ഫീ മേടിച്ചിട്ട് നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൂടുതൽ അതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. ഇതാണ് ലൈസൻസിങ്. ഓക്കെ, സോ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെന്റ്, ലോ റിസ്ക് ആൻഡ് ലോ ക്വിക്ക് എൻട്രിക്ക് വേണ്ടി പറ്റുന്ന ഒരു മോഡാണ് ലൈസൻസിങ്. ഓക്കെ, ദെൻ കോൺസ് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് കൺട്രോൾ ആണ്. നമുക്കിവിടെ വലിയ കൺട്രോൾ ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ റിസ്ക് ഓഫ് IP തെഫ്റ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മളുടെ മോഷണം പോകാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മളുടെ കയ്യിൽ നിന്നും ലൈസൻസ് എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ എൻറ്റിറ്റി ആയിരിക്കും പിന്നീട് സ്വന്തമായിട്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അതേപടി തന്നെ ചിലപ്പോൾ അവർ യൂസ് ചെയ്തിരിക്കും, വേറെ രീതിയിൽ ഉപയോഗിച്ചിരിക്കും. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാണ് സാധ്യത ലൈസൻസിങ്ങിലുണ്ട്. രണ്ടാമതായിട്ട് ഫ്രാഞ്ചൈസിങ് നമ്മൾ പറഞ്ഞു, ഫ്രാഞ്ചൈസിങ് ബ്രാൻഡാണ് ഒരു ബിസിനസ് മോഡലാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്പറേഷണൽ ഫോർമാറ്റ് എന്താണെന്ന് നമ്മൾ പറയുന്നു, അതേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റാപ്പിഡ് എക്സ്പാൻഷനുള്ള മറ്റൊരു മെത്തേഡാണ്. നേരത്തെ പറഞ്ഞു ലൈസൻസിങ് ആയാലും റാപ്പിഡ് എക്സ്പാൻഷൻ പറ്റും, ഇതും റാപ്പിഡ് എക്സ്പാൻഷൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അക്യൂസിഷൻ പറഞ്ഞു എന്നുള്ളത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കാളും വേഗത്തിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റ് പൈസ കൊടുക്കാനും ഒക്കെ വേണം ടൈം. എന്നാലും ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അക്യൂസിഷൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതോടൊപ്പം കൺട്രോളും.
ഇതിനേക്കാളൊക്കെ കൺട്രോൾ അക്യൂസിഷനകത്തുണ്ട്. റൈറ്റ്. സോ ഫ്രാഞ്ചൈസിങ്ങിന് എക്സാമ്പിൾസ് പറയാവുന്നത് മാക്ഡൊണാൾഡ്സ്, ഡോമിനോസ്, ഇവരെല്ലാം ഈ റെസ്റ്റോറൻറ്റ് ചെയിനുകളെല്ലാം ഫോളോ ചെയ്യുന്നത് ഇത്തരം ഫ്രാഞ്ചൈസിങ് മെത്തേഡാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാക്ഡൊണാൾഡ്സ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, KFC എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അവരുടെ കളറിങ് പോലും അവരുടെ ഫ്ലോർ അറേഞ്ച്മെന്റ് പോലും എല്ലായിടത്തും ഒരുപോലല്ലേ. അപ്പൊ ആ ഫ്രാഞ്ചൈസർ എന്താണോ പറയുന്നത് ആ രീതിയിലായിരിക്കണം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് ഫ്രാഞ്ചൈസിങ് കുറച്ചുകൂടി കൺട്രോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ദെൻ മൂന്നാമത്തെ മെത്തേഡായിട്ട് പറയാവുന്നത് ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ എന്താ? എ ന്യൂ ബിസിനസ് എൻറ്റിറ്റി ഈസ് ഫോംഡ് ജോയിൻലി ബൈ 2 or more firms, ഓഫൺ വൺ ലോക്കൽ ആൻഡ് വൺ ഫോറിൻ. ഇന്ത്യയിലുള്ള ഒരു എൻറ്റിറ്റിയും ഫോറിനുള്ള ഒരു എൻറ്റിറ്റിയും ഒരുമിച്ച് ചേർന്നിട്ട് ആ ഒരു ലോക്കൽ കമ്പനിയുടെ അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും ഇന്ത്യൻ എൻറ്റിറ്റി അവരുമായിട്ട് ടൈപ്പിൽ ചേരുന്നത്. അങ്ങനെ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന രീതിയാണ് ജോയിന്റ് വെഞ്ചറിൽ സാധാരണ ഗതി നടക്കുക. ഇപ്പോൾ 2 എൻറ്റിറ്റീസ് ഒരുമിച്ച് നിൽക്കുന്നു, അവരൊരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് ജോയിന്റ് വെഞ്ചർ. ഷെയറിംഗ് ഓണർഷിപ്പ്, റിസ്ക് ആൻഡ് പ്രോഫിറ്റ്. ഇപ്പോൾ ഷെയർഡ് റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ലോക്കൽ എക്സ്പെർട്ടൈസും ഈ ജോയിന്റ് വെഞ്ചറിന്റെ ഭാഗമായിട്ട് വരാം. ഇനി സ്ട്രാറ്റജിക് അലയൻസ് ആണെങ്കിലോ, കോർപ്പറേഷൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ കമ്പനീസ് ടു പെർസ്യൂ എഗ്രീഡ് ഒബ്ജക്റ്റീവ്സ്. അവിടെ ആ ഗോളുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയാണോ, ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത്, ആ പർപ്പസിന് വേണ്ടി ഇവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു. ആ ഒരു ഗോൾ സാറ്റിസ്ഫൈ ചെയ്താൽ ചിലപ്പോൾ അവർ പിരിഞ്ഞു പോകും. ഓക്കെ. സോ ലീഗലി അവർ ഇൻഡിപെൻഡന്റ് ആണ്. 2 എൻറ്റിറ്റീസും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് തന്നെയാണ്. ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഇവർ ഒരുമിച്ച് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് സ്ട്രാറ്റജിക് അലയൻസ്. ഓക്കെ. ഓളി ഓൺഡ് സബ്സിഡറി. ഓളി ഓൺഡ് സബ്സിഡറി എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എൻറ്റിറ്റി. ഒരു ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് അതിന് എക്സാമ്പിൾ ആണ്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രാച്ചിൽ നിന്നും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സീറോയിൽ നിന്ന്. ഓളി ഓൺഡ് സബ്സിഡറി ഗ്രീൻഫീൽഡ് മാത്രമല്ല, ബ്രൗൺ ഫീൽഡ് ആകാം. ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞാൽ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേസമയം ബ്രൗൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അക്യൂസിഷൻ ആണ്. ഫോറിൻ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയാണ്, നമ്മൾ അതിന്റെ ഷെയർസ് പൂർണ്ണമായിട്ടും വാങ്ങുവാണെങ്കിൽ അതെന്തായി? ഒരു ബ്രൗൺ ഫീൽഡ്, ഒരു അക്യൂസിഷനായി. റൈറ്റ്. സോ ഓളി ഓൺഡ് സബ്സിഡി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ ഇത് രണ്ടും പെടുത്താം. ഓണർഷിപ്പ് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ അത് ഓളി ഓൺഡ് സബ്സിഡി ആണ്. ദെൻ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സീറോയിൽ നിന്നും ഒരു എൻറ്റിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. Okay. So a firm set up a new operation from scratch in a foreign country. That is called a greenfield investment. കേട്ടോ. Then acquisition അതിന്റെ ഒപ്പം ഓർക്കണം. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ബൈങ് ആൻ എക്സിസ്റ്റിംഗ് ഫോറിൻ എൻറ്റിറ്റി. ഫോറിൻ മാർക്കറ്റിൽ ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയെ നമ്മൾ വാങ്ങുവാണ്. അങ്ങനെ അക്വയർ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഓൾറെഡി അതിന് മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ട്, ലോയൽറ്റി ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കസ്റ്റമർ ബേസും അവരുടെ സപ്ലൈ ചെയിനും അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് എല്ലാം നമുക്ക് കിട്ടും. സോ ആ ബിസിനസ്സിന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു എൻറ്റിറ്റിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് മാർക്കറ്റ് ആക്സസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടും, അവരുടെ അസറ്റ്സ് നമുക്ക് കിട്ടും, തുടങ്ങിയിട്ടുള്ളവയെല്ലാം അക്യൂസിഷന്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. സോ അതിന്റെ ഒരു നട്ഷൽ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ ആവാത്ത പോയിന്റ് ഉണ്ടോ എൻട്രി മോഡിൽ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു ടേബിളും അതിനകത്തുണ്ട്, നിങ്ങൾക്ക് ഫർദർ റീഡിങ്ങിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ. ശരി, ലെറ്റ് മീ മൂവ് ഓൺ. നമ്മളുടെ മൂന്നാമത്തെ ടോപ്പിക് തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. സോ ഇവിടെ ബേസിക്കലി ഏതൊക്കെയാണ് IBയുടെ ബേസിക് തിയറീസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Which of the following theories suggests that a nation should export goods it produces most efficiently and import goods that others produces more efficiently? ഏത് തിയറിയാണെന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന് അവർക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആയിരിക്കണം അവർ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് അവർക്ക് ഈ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ അത്തരം ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയാണ്. റൈറ്റ്. സോ ഇറ്റ് ഈസ് എ റോങ് മാർക്കാണ്. മാർക്ക് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. റൈറ്റ് ആൻസർ ഈസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. മാർക്ക് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്, അത് ഇഗ്നോർ ചെയ്യുക കേട്ടോ. അക്കോർഡിംഗ് ടു ഹെക്സ്റ്റർ-ഓയിലിൻ തിയറി, ട്രേഡ് ഒക്യൂസ് ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ. എന്താണ് ഹെക്സ്റ്റർ-ഓയിലിൻ തിയറിയിൽ പറയുന്നത്?
എസ്റ്റർ ഓയിലും തിയറിയെ നമ്മൾ വേറെ ഒന്നുകൂടെ പറയും, തിയറി ഓഫ് ഫാക്ടർ എൻഡോമെന്റ്, റൈറ്റ്? ഫാക്ടർ എൻഡോമെന്റ്. ഏത് രാജ്യത്താണോ അബൻഡന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ളത്, ആ ഫാക്ടേഴ്സ് ഉള്ള രാജ്യം അത് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പൊ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യയിൽ ലേബർ കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും. സിമ്പിൾ. അതേപോലെ ഇപ്പോ നാച്ചുറൽ റിസോഴ്സസ് കൂടുതലുള്ള ഒരു നേഷൻ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ നാച്ചുറൽ റിസോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും കൂടുതലായിട്ട് അവര് ക്രിയേറ്റ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും. ദിസ് ഈസ് കോൾഡ് ഫാക്ടർ എൻഡോമെന്റ്സ്, റൈറ്റ്? സോ എക്സ്റ്റർ ഓയിലിൻ തിയറിയാണ് പറയുന്നത് ഫാക്ടർ എൻഡോമെന്റ്സിനെ പറ്റിയാണ്. Okay, so this theory says that countries export goods that uses their abundant factor intensively. അവരുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള ഫാക്ടർ എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട്, അത് ഇന്റൻസീവ്ലി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആയിരിക്കും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. Then the product life cycle theory by Raymond Vernon explains. എന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി? There are different stages, right? ട്രേഡ് പാറ്റേൺസ് ഈ ലൈഫ് സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അതിന്റെ ഏർലി സ്റ്റേജുകളിൽ എവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യും, അല്ലേ? എക്സാമ്പിൾ, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ആപ്പിൾ, ഐഫോൺ. ഓക്കെ, ആപ്പിൾ കമ്പനി ആദ്യം മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എവിടെയായിരുന്നു? ദാറ്റ് വാസ് ഫ്രം US ഇറ്റ്സെൽഫ്. USA തന്നെയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ എന്ത് സംഭവിച്ചു? മെച്യൂരിറ്റി സ്റ്റേജ് ഒക്കെ എത്തുമ്പോൾ സംഭവിക്കുന്നത് കോസ്റ്റ് അഡ്വാൻറ്റേജ് തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അപ്പൊ മാനുഫാക്ചറിങ് യൂണിറ്റ് പതുക്കെ ആ മറ്റ് ഡെവലപ്പിംഗ് നേഷൻസ് ആയിട്ട് മാറും. കോസ്റ്റ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഡെവലപ്പിംഗ് നേഷൻസ് ആയിട്ട് മാറും. ഇതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി പറയുന്നത്. ഇനീഷ്യലി എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരം കമ്പനികൾ ഇന്ത്യയിലും ചൈനയിലും ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരം ഈ തിയറി തരുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജുകളിൽ പ്രൊഡക്റ്റിന് കൃത്യമായിട്ടുള്ള ലൈഫ് സൈക്കിൾ ഉണ്ട്. ലൈഫ് സൈക്കിളിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് എക്സ്പോർട്ട് പാറ്റേൺസിനും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് തിയറി പറയുന്നത്. ഇനീഷ്യലി എവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നു. പതുക്കെ പതുക്കെ പ്രൊഡക്റ്റ് മെച്യൂരിറ്റി സ്റ്റേജ് ഒക്കെ ആയിക്കഴിയുമ്പോൾ എന്ത് വേണം? നമുക്ക് കോസ്റ്റ് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ അതുവഴി കോസ്റ്റ് കുറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസും മാറും. അപ്പൊ എക്സ്പോർട്ട് ആ രാജ്യങ്ങളിൽ നിന്നായിരിക്കും പിന്നെ നടക്കുന്നത്. ഇതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി പറയുന്നത്. സോ ട്രേഡ് പാറ്റേൺ ബേസ്ഡ് ഓൺ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ട്സ്, റൈറ്റ്? It explains how innovative products are first produced and exported by innovating countries. Then production shifts as product mature. Clear അല്ലേ? ഇനിഷ്യലി ഇന്നോവേറ്റ് ചെയ്യുന്ന കൺട്രി ആരാണോ അവരായിരിക്കും ഈ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. പതുക്കെ പതുക്കെ എന്ത് സംഭവിക്കും? മെച്യൂരിറ്റി സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് അഡ്വാൻറ്റേജിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ പുതിയ എസ്പെഷ്യലി ഡെവലപ്പിംഗ് നേഷൻസ് ആയിരിക്കും. ആ ഡെവലപ്പിംഗ് നേഷൻസിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ആ രാജ്യങ്ങളിൽ നിന്നായിരിക്കും പിന്നീട് ആ എക്സ്പോർട്ട് നടക്കുന്നത്. ഇതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് തിയറി ജസ്റ്റിഫൈസ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇൻ ഇന്റർനാഷണൽ ട്രേഡ്? ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡിനെ പറ്റി പറയുന്ന ഏത് തിയറിയാണ്? എന്താണ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. ജപ്പാൻ ആൻഡ് ജർമ്മനി രണ്ട് എൻറ്റിറ്റീസ് ആണ്, രണ്ട് ഡിഫറെന്റ് കൺട്രീസ് ആണ്, റൈറ്റ്? ഈ ജപ്പാനിലും ഓട്ടോമൊബൈൽസ് പ്രോമിനന്റ് ആണ്, അതേപോലെ ജർമ്മനിയിലായാലും ഓട്ടോമൊബൈൽസ് പ്രോമിനന്റ് ആണ്. അവിടെ രണ്ടിടത്തും കാറുകളുണ്ട്, റൈറ്റ്? ഈ രണ്ട് കാർ ബേസ്ഡ് ആയിട്ട് പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് എൻറ്റിറ്റീസ്. ഈ രണ്ട് രാജ്യങ്ങളും കാറുകളെ പരസ്പരം ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരമാണ് ന്യൂ ട്രേഡ് തിയറി പറയുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞ കൺസെപ്റ്റുകൾ മറ്റ് തിയറികളിലൊക്കെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഫാക്ടർ ഇന്റൻസിറ്റി എൻഡോമെന്റ് തിയറി ആയാലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആയാലും ഡേവിഡ് റിക്കാർഡോയുടെ റിലേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ആയാലും ഈ തിയറികളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന എന്തിലാണ്? ഏത് രാജ്യത്താണോ അഡ്വാൻറ്റേജ് ഉള്ളത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? കാർ എന്ന് പറയുന്ന സെയിം പ്രൊഡക്റ്റ് ആണ്, ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. ആ ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രൊഡക്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. അത് സംഭവിക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇമാജിൻ, ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ഓർക്കുക. ഇപ്പോ ജർമ്മനിയുടെ കേസിൽ ജർമ്മനിയിൽ നിന്ന് കാറുകൾ ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, ജപ്പാനിൽ നിന്ന് കാറുകൾ ജർമ്മനിയിലേക്കും തിരിച്ചും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കാർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, റൈറ്റ്?
there is differentiation, ബ്രാൻഡിങ് ഉണ്ട്, യൂണിക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ യൂണിക്നെസ് വെച്ചിട്ട് ഇപ്പോൾ ജപ്പാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകൾ, ഇപ്പോൾ ടൊയോട്ട പോലുള്ള കാറുകളാണെങ്കിൽ അത് അവിടെ ജർമ്മനിക്ക് ആവശ്യമാണ്. അവിടെയുള്ള കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള കാറുകളാണെങ്കിൽ അവരത് വാങ്ങും. അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകൾ ജപ്പാനിലുള്ള കൺസ്യൂമേഴ്സും വാങ്ങുന്നുണ്ട്. അപ്പോൾ സെയിം ഇൻഡസ്ട്രിയിൽ ഈ ട്രേഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂ ട്രേഡ് തിയറി പറയുന്നത്. അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിഫറൻസിയേഷനിലാണ്. ഡിഫറൻസിയേഷൻ ആൻഡ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ഈ രണ്ട് എലമെന്റുകൾ ഇവിടെ ചേർത്ത് വയ്ക്കുക. ഒന്ന് ഡിഫറൻസിയേഷൻ, രണ്ടാമതായിട്ട് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. എന്താ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വഴി നേടിയെടുക്കുന്ന അഡ്വാൻറ്റേജിനെയാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കാരണം എന്ത് സംഭവിക്കാം? ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് നടക്കാം. ഒരേ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്റ്റ് ആയാലും പരസ്പരം ട്രേഡ് ചെയ്യാം എന്നാണ് തിയറി പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ന്യൂ ട്രേഡ് തിയറി. ഓക്കെ, സോ ഇറ്റ് എംഫസൈസ് ദി റോൾ ഓഫ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് നെറ്റ്വർക്ക് എഫക്റ്റ്. നെറ്റ്വർക്ക് എഫക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർക്കുക. ദെൻ പ്രൊമോട്ടിംഗ് ട്രേഡ് ബിറ്റ്വീൻ സിമിലർ economies. According to theory of absolute advantage, a country should avoid all imports. Trade is beneficial even without specialization. Each nation should specialize in what it can produce better than others. അതാണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. സോ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മളെ സംബന്ധിച്ച് ഏത് പ്രൊഡക്റ്റ് ആണോ മറ്റു രാജ്യങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്, ആ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് തിയറി. സോ ഈച്ച് നേഷൻ ഷുഡ് സ്പെഷ്യലൈസ് ഇൻ വാട്ട് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ ദാൻ അതേഴ്സ് എന്നുള്ളതാണ് തിയറി പറയുന്നത്. ഓക്കെ, ഒരു അസെഷൻ ഈസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസെഷൻ പറയുന്നത് അക്കോർഡിംഗ് ടു എക്സ്റ്ററോലിൻ തിയറി, countries with abundant labor export labor intensive goods. Reason: labor abundant countries have a comparative advantage in producing capital intensive goods. What do you think? ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നും കൂടി വായിച്ചു നോക്കി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു എക്സ്റ്ററോലിൻ തിയറി, കൺട്രീസ് വിത്ത് അബണ്ടന്റ് ലേബർ എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് ഗുഡ്സ്. ശരിയാണ്. വാട്ട് അബൌട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? ലേബർ ഇൻ അബണ്ടന്റ് കൺട്രീസ് ഹാവ് എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ്. ആണോ? ലേബർ ഇന്റൻസീവ് ആണ്, റൈറ്റ്? ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ റൈറ്റ് ആൻസർ ഈസ് എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. അസെഷൻ പറയുന്നത് ദി തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പ്രൂവ്സ് ദാറ്റ് international trade is beneficial even when one nation is less efficient in all products. Reason: trade allows countries to specialize in goods they can produce at lower absolute cost. Absolute cost പറയൂ, എന്ത് തോന്നുന്നു? ഇവിടെ പറയുന്ന ഒറ്റ ടീമിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ബൈ ഡേവിഡ് റിക്കാർഡോ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും, എന്താ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്? നമ്മളുടെ രാജ്യത്തിന് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് അല്ലെങ്കിൽ കൂടിയും, ഗുഡ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ഫോറിൻ ബിസിനസ് നമുക്ക് എൻ്റർ ചെയ്യാം, ഇന്റർനാഷണൽ ബിസിനസ് നമുക്ക് എൻ്റർ ചെയ്യാം എന്നാണ് ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി വഴി പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ഒരു പ്രൊഡക്റ്റിലും ഇല്ല. നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ നിലവിൽ ഒരു പ്രൊഡക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം നമുക്ക് ഒന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ തിയറി പറയുന്നത് എന്താ? നമുക്ക് ഏത് പ്രൊഡക്റ്റിലാണോ റിലേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്, നോട്ട് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, റിലേറ്റീവ് അഡ്വാൻറ്റേജ്, ഓർ വി ക്യാൻ സേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏത് പ്രൊഡക്റ്റിനാണോ കൂടുതലുള്ളത് ആ പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ എക്ക് ബിയേക്കാൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതായത് എ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള എല്ലാ റിസോഴ്സുകളും യൂസ് ചെയ്തുകൊണ്ട് എ തന്നെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് us.
ബിയെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് എ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഡ്വാൻറ്റേജ് വഴി നമുക്ക് എക്സ്പോർട്ടിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ തിയറി നമ്മളോട് പറയുന്നത്. സോ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദി തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പ്രൂവ്സ് ദാറ്റ് ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ബെനിഫിഷ്യൽ ഈവൻ വെൻ വൺ നേഷൻ ഈസ് ലെസ് എഫിഷ്യന്റ് ഇൻ ഓൾ പ്രൊഡക്ട്സ്. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷേ trade allows countries to specialize in goods that they produce with lower എന്താ അബ്സല്യൂട്ട് കോസ്റ്റ് അല്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് വരേണ്ടത്. സോ തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അസഷൻ പറയുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി എക്സ്പ്ലെയിൻസ് why developing countries become exporters of standardized goods. Reason, as products mature, companies seek lower cost of production locations. എന്ത് തോന്നുന്നു? What do you think? അസഷൻ പറയുന്നത്, റീസൺ പറയുന്നത് ശരിയാണോ? നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു. അസഷൻ പറയുന്നത് എന്തായിരുന്നു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയുടെ ബ്രീഫിംഗ് ഞാൻ പറഞ്ഞ കാര്യമല്ല ഇവിടെ തന്നിരിക്കുന്നത്, നോക്കിയാൽ മതി. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയിൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജുകളിൽ ഇന്നവേറ്റിംഗ് കൺട്രി തന്നെയായിരിക്കും അത് എക്സ്പോർട്ട് ചെയ്യുന്നത്. റൈറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി എക്സ്പ്ലെയിൻസ് വൈ ഡെവലപ്പിംഗ് കൺട്രീസ് ബിക്കം എക്സ്പോർട്ടേഴ്സ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ്. ഇനീഷ്യൽ സ്റ്റേജിൽ ആരായിരിക്കും? ഇന്നവേറ്റിംഗ് കൺട്രി ആയിരിക്കും. പക്ഷേ പതുക്കെ മെച്യൂരിറ്റി ആകുമ്പോൾ ദിസ് പ്രൊഡക്റ്റ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. റൈറ്റ്. ഓൾറെഡി ആ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ആണ്. മെച്യൂരിറ്റി ആകുമ്പോൾ പ്രൊഡക്ഷൻ എങ്ങോട്ടേക്ക് മാറുന്നു? ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് മാറുന്നു. ഇതല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് മാറാനുള്ള കാരണം എന്താണ് എന്ന് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അസർഷൻ ഈസ് ട്രൂ. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക. അതെന്തുകൊണ്ടാണ്? പ്രൊഡക്ട്സ് മെച്യൂർ ആകുമ്പോൾ കമ്പനീസ് പതുക്കെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ലോവർ കോസ്റ്റ് തേടി, ലോവർ കോസ്റ്റ് പ്രൊഡക്ഷൻ ലൊക്കേഷൻസ് തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. സോ മെച്യൂരിറ്റി സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, മെച്യൂരിറ്റി, പിന്നെ ഒരു സ്റ്റാഗ്നേഷൻ ഫേസ് വരും. അതായത് പ്രൊഡക്റ്റിന്റെ ഒരു ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ഗ്രോത്ത് ആണ്. ഗ്രോത്ത് സ്റ്റേജിൽ നോ ഇഷ്യൂ. പക്ഷെ ഒരു മെച്യൂരിറ്റിയോട് അടുക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ ലാഭം കുറഞ്ഞു വരും. ലാഭം കുറഞ്ഞു വരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് എങ്ങനെ നേടാമെന്ന് കമ്പനികൾ ചിന്തിക്കും. അല്ലെങ്കിൽ അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള പ്രോഫിറ്റ് നിലനിർത്താൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കും. അപ്പൊ ആ പ്രോഫിറ്റ് നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യും? കോസ്റ്റ് കുറയ്ക്കും. റൈറ്റ്. കോസ്റ്റിലെ പ്രശ്നം. കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും കോസ്റ്റ് വേണോ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ? വേണ്ട. അപ്പോൾ കോസ്റ്റ് കുറവുള്ള രാജ്യങ്ങളിലേക്ക് പ്രൊഡക്ഷൻ ലൊക്കേഷൻസ് മാറും. അപ്പൊ അമേരിക്ക എക്സ്പോർട്ട് ചെയ്തിരുന്ന ഈ പറഞ്ഞ ആപ്പിളിന്റെ പോലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് ഇന്ത്യയും ചൈനയും എക്സ്പോർട്ട് ചെയ്യാനുള്ള കാരണം അതാണ്. ഇന്ത്യയിലും ചൈനയിലും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നേരത്തെ മനസ്സിലായോ എന്ന് വെച്ചപ്പോൾ നിങ്ങൾ ആരും മനസ്സിലായില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ പറയൂ, മനസ്സിലായോ? Is it clear? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാവോ? അതായത് കേക്ക്, ഇപ്പോ ഇനീഷ്യലി ഇന്നോവേറ്റ് ചെയ്യുന്ന രാജ്യം, ഇമാജിൻ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഐഫോൺ ആണ് അല്ലെങ്കിൽ ആപ്പിളിന്റെ പ്രോഡക്ട്സ് ആണ്. എവിടെയാണ് അത് ആദ്യം ഇന്നോവേറ്റ് ചെയ്തത്? US-ലാണെന്ന് വിചാരിക്കുക. USA-ൽ ഇന്നോവേറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യം ആ പ്രൊഡക്റ്റ് കണ്ടെത്തിയതിനു ശേഷം അവിടെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. പതുക്കെ പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. റൈറ്റ്. ഈ ലൈഫ് സൈക്കിളിൽ ഇനീഷ്യൽ സ്റ്റേജുകളിലൊക്കെ ഈ പറഞ്ഞ സെയിം കൺട്രിയിൽ നിന്ന് തന്നെയുള്ള എക്സ്പോർട്ട് പോസിബിൾ ആണ്. പക്ഷെ പതുക്കെ മെച്യൂരിറ്റി എത്തുമ്പോൾ, ഗ്രോത്ത് സ്റ്റേജ് ഈസ് ഫൈൻ, മെച്യൂരിറ്റി സ്റ്റേജ് എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ? പ്രോഫിറ്റ് കുറഞ്ഞു തുടങ്ങും. പ്രോഫിറ്റ് കുറഞ്ഞു തുടങ്ങുമ്പോൾ പതുക്കെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി, ഇതിൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താ? അതിന് വന്നിരിക്കുന്ന കോസ്റ്റ് ആണ്. റൈറ്റ്. ആ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ട്രൈ ചെയ്യും, എല്ലാ കമ്പനീസും ട്രൈ ചെയ്യും. സോ അങ്ങനെ ആപ്പിളും, നമ്മൾ പറഞ്ഞ ആപ്പിളും
ഇതേ ഒരു എഫേർട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് US ബേസ്ഡ് ആയിട്ട് അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. USA പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചിലവുള്ള കാര്യമാണ്. അതിന്റെ പകുതി വേണ്ട ഇന്ത്യയിലോ ചൈനയിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ്സ് അവർ ചൈനയിലും ഇന്ത്യയിലേക്കും മാറ്റുന്നു. വാട്ട് വിൽ ഹാപ്പൻ? ഈ പറഞ്ഞ കോസ്റ്റ് കുറയില്ലേ? റൈറ്റ്. അപ്പൊ ആദ്യം US നിന്നായിരുന്നു ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതലും എവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്? ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി പറയുന്നത്. സോ ഇനീഷ്യലി ഡെവലപ്പിംഗ് നേഷൻ ഓർ യു ക്യാൻ സേ ദി കൺട്രി വിച്ച് ഇന്നവേറ്റ്സ്, ആ രാജ്യം അത് എക്സ്പോർട്ട് ചെയ്യുകയും പതുക്കെ പ്രൊഡക്റ്റ് മെച്യൂരിറ്റി സ്റ്റേജ് എത്തുമ്പോൾ ഡെവലപ്പിംഗ് നേഷൻസിലേക്ക് അതിന്റെ എക്സ്പോർട്ട് മാറുന്നതായിട്ട് കാണാം. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന തിയറിയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ഇപ്പൊ മനസ്സിലായോ? ശരി. അപ്പോ തിയറികളെ ഒന്ന് നക്ഷൽ പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യം, ഇതിനൊക്കെ മുമ്പ് ഒരു തിയറി ഉണ്ട്, മെർക്കൻലിസം. വാട്ട് ഈസ് മെർക്കൻലിസം? മെർക്കൻലിസത്തിന്റെ ഒരു നല്ല തിയറി ആയിട്ട് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് രാജ്യങ്ങൾ കൂടുതൽ ഗോൾഡും സിൽവറും ബുള്ളിയൻസും നേടിയെടുക്കുക. ഗോൾഡ് സിൽവർ സ്റ്റോക്ക് എത്രമാത്രം ഉണ്ടോ അതാണ് രാജ്യത്തിന്റെ വെൽത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന തിയറി ആയിരുന്നു മെർക്കൻലിസം. അതുകൊണ്ട് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇമ്പോർട്ടിനെ ഡിമോട്ട് ചെയ്യുകയും ചെയ്യുക. ഇമ്പോർട്ട് ആവശ്യമില്ല, മാക്സിമം എക്സ്പോർട്ട് ചെയ്യുക, അതുവഴി മാക്സിമം റിട്ടേൺ നേടിയെടുക്കുക. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ കൊളോണിയലിസം പോലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ 15th and 16th സെഞ്ചുറികളിൽ കാണുന്നത് കേട്ടോ. അത് മെർക്കൻലിസം തിയറിയെ വച്ചിട്ടാണ്, തിയറിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആദം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ ആദം സ്മിത്തിന്റെ പേരും മെർക്കനിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പലയിടത്തും കേൾക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് മെർക്കലിസം കൺസെപ്റ്റിനെ പറ്റി. മെർക്കലിസം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന്റെ പോരായ്മ പറഞ്ഞുകൊണ്ടാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി വരുന്നത്. സോ എന്താണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി? എ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ദാറ്റ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോർ എഫിഷ്യൻറ്റ്ലി ദാൻ അതേഴ്സ്. ഒരു രാജ്യം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അവരെ സംബന്ധിച്ച് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ഏതാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുക. ലൈക്ക് ഒരു റിയൽ വേൾഡ് എക്സാമ്പിളിലൂടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവുമല്ലോ. സൗദി അറേബ്യ എക്സ്പോർട്ട് ക്രൂഡ് ഓയിൽ. അവരെ സംബന്ധിച്ച് സൗദി അറേബ്യയാണ് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും എഫിഷ്യന്റ് എങ്കിൽ അവർ അത് എക്സ്പോർട്ട് ചെയ്യുന്നു. മിഷനറി പോലുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അത് ഇമ്പോർട്ട് ചെയ്യണം. ഇതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, സിമ്പിൾ തിയറി, റൈറ്റ്? പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ചില രാജ്യങ്ങൾക്ക് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഒരു പ്രൊഡക്റ്റും ഉണ്ടാവില്ല, റൈറ്റ്? ഒരു പ്രൊഡക്റ്റിലും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റും മറ്റൊരു രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം നമ്മൾ എല്ലാം ഇമ്പോർട്ട് ചെയ്യണം, നമുക്കൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, റൈറ്റ്? ആ ഒരു പ്രശ്നം തെറ്റാണെന്നും അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഡേവിഡ് റിക്കാർഡോ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തിയറി പറയുന്നത് ട്രേഡ് ബേസ്ഡ് ഓൺ ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അത് നമ്മളെ സംബന്ധിച്ച് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഏത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണോ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവ് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, മറ്റ് പല പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാതെ അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാവുന്ന തുക കൂടി ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. സോ ട്രേഡ് ബേസ്ഡ് ഓൺ ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈവൻ ഇഫ് വൺ കൺട്രി ഈസ് ബെറ്റർ അറ്റ് ബോത്ത്. അത് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തിന് ഇപ്പൊ നമുക്ക് എയും ബി എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിലേക്ക് ആ രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഈ രണ്ട് പ്രൊഡക്റ്റുകൾ നമ്മളെക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് സെക്കൻഡ് പ്രൊഡക്റ്റ് നമ്മൾ വേണ്ടാന്ന് വെക്കുക, അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടി ഫസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് നിർത്തുക. അതുവഴി നമുക്ക് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സാധിക്കും. സെക്കൻഡ് പ്രൊഡക്റ്റ് ആ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുക, അവരോട് ആ പ്രൊഡക്റ്റ് അവരുടെ നിന്ന് മേടിക്കുക, ഈ പ്രൊഡക്റ്റ് നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, സോ ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ ഏതാണോ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. സോ ഇന്ത്യ എക്സ്പോർട്ട് സോഫ്റ്റ്വെയർ സർവീസസ്, ഇമ്പോർട്ട്സ് എയർക്രാഫ്റ്റ് ഫ്രം USA. സോ ഇതിൽ സോഫ്റ്റ്വെയർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ സർവീസസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും എയർക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പോസിബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ദിസ് ഇസ് കോൾഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അടുത്ത തിയറി എക്സ്ചർ ഓയിലിൻ തിയറി. എക്സ്ചർ ഓയിലിൻ തിയറി നമ്മൾ പറഞ്ഞു ഫാക്ടർ എൻഡോമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്.
ഇപ്പോൾ ലേബർ റിച്ച് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് എക്സ്റ്റർ ഓയിൽ തിയറി പറയുന്നത്. സോ റിയൽ വേൾഡ് എക്സാമ്പിൾ, ബംഗ്ലാദേശ് എക്സ്പോർട്സ് ടെക്സ്റ്റൈൽസ്. ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ലേബർ ഒരുപാട് ഉള്ളതുകൊണ്ട് ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. മെഷീൻസ് എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും. ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്റ്റർ ഓയിൽ തിയറി. ഇനി അടുത്തൊരു തിയറി പറയാവുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയാണ്. വെർണന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. സോ ന്യൂ പ്രൊഡക്ട്സ് ആർ എക്സ്പോർട്ടഡ് ബൈ ഇന്നോവേറ്റിംഗ് കൺട്രി, ലേറ്റർ ഷിഫ്റ്റ് ടു ഇമ്പോർട്ട്സ്. കണ്ടല്ലോ, അതായത് USA അവർ ഐഫോൺസ് ഡെവലപ്പ് ചെയ്തു. ഇനീഷ്യലി അവർ എക്സ്പോർട്ട് ചെയ്തു. പതുക്കെ എന്ത് ചെയ്തു? ചൈനയിലായി അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ചൈനയിൽ നിന്നും അത് അവർ തന്നെ ഇമ്പോർട്ട് ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ ദർ ഇസ് ന്യൂ ട്രേഡ് തിയറി, ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് തിയറി എന്നൊക്കെ പറയും. ക്രൊക്മാന്റെ തിയറിയാണ്. സോ സിമിലർ ടു ട്രേഡ് ഓഫ് സിമിലർ പ്രൊഡക്ട്സ് ഡ്യൂ ടു ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. രണ്ട് റീസൺസ് ആണ്. ഒന്ന് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, രണ്ട് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. അതായത് ജർമ്മനി BMW അവിടെ നിന്നും ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ജപ്പാൻ ടൊയോട്ട കാർസ് ജർമ്മനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. രണ്ടും ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്ന ഐറ്റമാണ്. എന്നാലും അത് പരസ്പരം ട്രേഡ് ചെയ്യാനുള്ള കാരണം ഒന്നുകിൽ ഡിഫറൻസിയേഷൻ ആകാം, അല്ലെങ്കിൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വഴി നേടിയെടുക്കുന്ന അഡ്വാൻറ്റേജ് കാരണമാകാം. ഇതെല്ലാം ആണ് ന്യൂ ട്രേഡ് തിയറി പറയുന്നത്. ഓക്കെ, അടുത്ത തിയറി പറയാവുന്നത് നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ബൈ പോർട്ടേഴ്സ് ഡയമണ്ട് തിയറി എന്നും പറയും. അതായത് നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് നേഷൻ സക്സീഡ് ഇൻ സ്പെസിഫിക് ഇൻഡസ്ട്രീസ് ഡ്യൂ ടു ഫെയിം സ്ട്രാറ്റജി, സ്ട്രെച്ച് ആൻഡ് ലോക്കൽ ഡിമാൻഡ്. അതായത് എന്തുകൊണ്ട് ഒരു രാജ്യം ചില പ്രൊഡക്റ്റുകളിൽ കൂടുതൽ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതിന്റെ ആൻസർ ആണ് തിയറി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മനി. വൈ ജർമ്മൻ മെയ്ഡ് പ്രൊഡക്ട്സ് ആർ ലൈക്ക് കാറുകൾ പോലുള്ള ജർമ്മൻ മെയ്ഡ് പ്രൊഡക്ട്സുകൾ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ കസ്റ്റമേഴ്സ് ആണ്. ലോക്കൽ ഡിമാൻഡ് അത്രയും ഡിമാൻഡിങ് ആണ്. ലോക്കൽ കസ്റ്റമേഴ്സ് കൂടുതൽ ഇന്നോവേറ്റീവ് ആയുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡിമാൻഡ് വരുമ്പോൾ കമ്പനികൾ കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യും. സോ ലോക്കൽ ഡിമാൻഡ് അവിടെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്, റൈറ്റ്? അതേപോലെ തന്നെ ഫേമിന്റെ സ്ട്രാറ്റജി, ഫേമിന്റെ സ്ട്രക്ചർ, ഇതെല്ലാം ആ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് അവരെ വളരാൻ വേണ്ടി സഹായിക്കും, കാരണമാകും എന്നുള്ളതാണ് നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പറയുന്നത്. സോ രാജ്യത്തിന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ ഒരു റീസൺ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റലി എക്സ്പോർട്സ് പ്രീമിയം ഫാഷൻ ബ്രാൻഡ്സ് ഡ്യൂ ടു, എന്തുകൊണ്ടായിരിക്കും ഇറ്റലിയിൽ നിന്ന് ഇത്രയും ഇറ്റാലിയൻ മെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാഷൻ ബ്രാൻഡുകൾ ഫോറിൻ മാർക്കറ്റുകളിലേക്ക് എത്തുന്നത്? അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലോക്കൽ കസ്റ്റമേഴ്സ് അത്രയും ഡിമാൻഡിങ് ആണ്. അവരുടെ കൾച്ചർ വെച്ചിട്ട് അവർക്ക് എന്ത് വേണം? ഇത്തരം പ്രൊഡക്റ്റുകൾ അവർക്ക് ആവശ്യമാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണം. പുതിയ ബ്രാൻഡ് ഡിസൈൻസ് അവർ ഡിമാൻഡ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ, അത്രയും ഇന്നോവേഷൻസിലേക്ക് മാനുഫാക്ചറേഴ്സിനും പോകേണ്ടി വരും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ആ രാജ്യത്തിന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൂട്ടാൻ കാരണമാകും. ഇതാണ് നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. സോ കസ്റ്റമേഴ്സ് ഡിമാൻഡിങ് ആണെങ്കിൽ അത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സഹായിക്കും. ഇനി സ്ട്രാറ്റജിക് ട്രേഡ് തിയറി. സ്ട്രാറ്റജിക് ട്രേഡ് തിയറി പറയുന്നത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇതിനൊരു കാരണമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഗവൺമെന്റ് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. സബ്സിഡീസ് കൊടുക്കുമ്പോൾ എക്സ്പോർട്ട് കൂടും. അതേപോലെ ഗവൺമെന്റ് പല രീതിയിലുള്ള ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്, താരിഫും നോൺ താരിഫും. അതുവഴി ഇമ്പോർട്ട് കുറയാനും കാരണമാകും. സോ എക്സ്പോർട്ട് ഇമ്പോർട്ട് പാറ്റേൺസിനെ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് സ്ട്രാറ്റജിക് ട്രേഡ് തിയറി പറയുന്നത്. സോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഹെൽപ്പ് ഫേം ഗെയിൻ കോമ്പറ്റേറ്റീവ് എഡ്ജ് ഇൻ ഒളിഗോപോളിസ്റ്റിക് സെക്ടേഴ്സ് ലൈക്ക് എയർബസ് ആൻഡ് ബോയിങ്. ഓക്കെ, അപ്പൊ അതിനകത്ത് സ്റ്റേറ്റ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ എയർബസിന്റെ മാനുഫാക്ചറിങ്ങിന് സ്റ്റേറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ ബോയിങ്ങിന് US സപ്പോർട്ട് കൊടുക്കുന്നു. അതുവഴി എക്സ്പോർട്ടിംഗ് കൂടുതലായിട്ട് നടക്കാൻ കാരണമാകുന്നു. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് തിയറീസ്. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? പ്ലീസ് ടെൽ മീ. Mercantilism, absolute advantage, comparative advantage, Exter-Owen theory, then product life cycle, no trade theory, Porter's diamond theory,
ട്രേഡ് ഓഫ് നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. സോ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അതിന്റെ സമ്മറി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി വായിക്കാൻ വേണ്ടി. സോ ദാറ്റ്സ് ഓൾ റൈറ്റ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളൊരു 1 hour സെഷനായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഐ ഹോപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ 3 ടോപ്പിക്സും റിവിഷനാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ റെസ്പോൺസ് കിട്ടിയേനെ. പല ആളുകളും ക്ലാസ് അത്ര ശ്രദ്ധിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ലെക്ചർ പെൻഡിങ് ഉള്ളത് കണ്ടു തീർക്കാൻ വേണ്ടി ഒരു എഫേർട്ട് എടുക്കണം കേട്ടോ. അതായത് അന്ന് തന്നെ കണ്ടുപോവുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു ലൈവ് സെഷനിലുള്ള റിവിഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് എനിക്ക് 100% സർട്ടനിറ്റിയോടുകൂടി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും അടുത്ത സെഷൻ പറയുമ്പോൾ ആ ഒരു ടോപ്പിക് ഏരിയാസിന്റെ എങ്കിലും ഇനിയിപ്പോൾ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ എത്തി നിൽക്കുവാണ്, അവിടെ തൊട്ട് നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ ആ ടോപ്പിക്സ് എങ്കിലും നിങ്ങളൊന്ന് നല്ല രീതിയിൽ കണ്ടുവരിക, മനസ്സിലാക്കി വരിക, ആൻഡ് തരുന്ന MCQs അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു while attending your examination. Okay, so ഇന്ന് ഈ 1 hour സെഷൻ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇനി അടുത്ത സെഷൻ വരുമ്പോൾ we will make it 1.5 or 2 hours. പ്രോബ്ലം ഒന്നുമില്ലല്ലോ അതുകൊണ്ട്? എല്ലാവർക്കും അത് ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടോട്ടോ, നമുക്ക് ഡിസ്കഷൻ ഒക്കെ നടത്താം. സോ താങ്ക് യു ഓൾ. വീണ്ടും അടുത്ത സെഷനിൽ കാണാം. ബൈ. Thank you, sir.